കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് ചേർത്തലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഫെബ്രുവരി 6-7 തീയതികളിൽ ചേർത്തല നഗരത്തിലാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒയുടെ 15ാമത് ജില്ലാ സമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി 6-7 തീയതികളായി ചേർത്തലയിൽ വെച്ച് ചേരുകയാണ്. 6-ാം തീയതി ജില്ലയിലെ മുഴുവൻ ഓപ്പറേറ്റർമാരും ചേർത്തല കേന്ദ്രീകരിച്ച് ഓപ്പറേറ്റർമാരും അവരുടെ സഹപ്രവർത്തകരും ചേർന്നുള്ള പൊതുപ്രകടനവും കലാപരിപാടികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. വൈകുന്നേരം 4 മണിക്ക് പൊതുപ്രകടനം ആരംഭിച്ച് ചേർത്തല മുനിസിപ്പൽ മൈതാനിൽ സമാപിക്കുകയാണ്. ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അവറുകളാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സാഹസ സംഘത്തിൻ്റെ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ എസ് രാധാകൃഷ്ണൻ അവറുകളാണ്. ഈ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ സിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ജി സുരേഷ് ബാബു സ്വാഗതം ആശംസിക്കും. ചേർത്തല നഗരപിതാവ് സോബിൻ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യ അതിഥിയായി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സമ്മേളനത്തിൽ ആമുഖ പ്രഭാഷണം നടത്തുന്നത് കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുരേഷ് അവറുകളാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ന് കേരളത്തിലെ ചെറുകിട കേബിൾ ടി.വി. പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണായി മാറിയിട്ടുള്ള പ്രസ്ഥാനമാണ് കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. കേരളത്തിലെ ഏതാണ്ട് 4000-ത്തിലധികം വരുന്ന ഓപ്പറേറ്റർമാരെ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യയിൽ തന്നെ 6-ാം സ്ഥാനത്ത് ബ്രോഡ്ബാൻഡ് കമ്പനിയും 7-ാം സ്ഥാനത്ത് ഡിജിറ്റൽ കമ്പനിയും പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനമായി കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാറിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. എന്നാൽ ഈ കഴിഞ്ഞ ഒരു 4-5 വർഷക്കാലം പരിശോധിച്ചു കഴിഞ്ഞാൽ കേബിൾ ടി.വി. പ്രസ്ഥാനത്ത് പണിയെടുക്കുന്ന മുഴുവൻ ഓപ്പറേറ്റർമാരും ഇന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ഒരവസ്ഥയാണ് സംജാതമായിട്ടുള്ളത്. അതിന് ഒട്ടനവധി വരുന്ന കാരണങ്ങളുണ്ട്. ഇന്ന് ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ചെറുകിട വ്യവസായങ്ങളാകെ തകർന്ന് തരിപ്പണമാകുന്ന ഘട്ടത്തിലേക്ക് മാറുകയാണ്. ചെറുകിട വ്യവസായങ്ങൾക്കോ ചെറുകിട സംരംഭങ്ങൾക്കോ യാതൊരുവിധ സുരക്ഷിതത്വവും ഇല്ലാത്ത കാലഘട്ടത്തിൽ കേരളത്തിലെ വടക്ക് മഞ്ചേശ്വരം മുതൽ തെക്ക് പാറശാല വരെ വരുന്ന 4000-ത്തോളം ഓപ്പറേറ്റർമാരും ആ ഓപ്പറേറ്റർമാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതാണ്ട് 50,000-ത്തോളം പേര് പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് ഇന്ന് കേബിൾ ടി.വി. മേഖല. ആ മേഖലയിലേക്ക് പ്രത്യേകിച്ച് വിശിഷ്യ കേരളത്തിലെ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നത് ആഗോള കുത്തക കമ്പനികളാണ്. ആ ആഗോള കുത്തക കമ്പനികളെ വലിയ രീതിയിൽ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ആ പ്രതിരോധത്തിനിടയിലും കേരളത്തിലെ സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന തരത്തിലുള്ള നിരക്കോടുകൂടിയ സേവനങ്ങളാണ് കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും അതിൻ്റെ കമ്പനിയായിട്ടുള്ള KCCL-ഉം വിഭാവനം ചെയ്യുന്നത്. കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ 15ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തലയിൽ ഫെബ്രുവരി 6-7 തീയതികളിലായാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഫെബ്രുവരി 6 വെള്ളിയാഴ്ച വൈകിട്ട് ചേർത്തലയിൽ സാംസ്കാരിക ഘോഷയാത്രയും പൊതുസമ്മേളനവും നടക്കും. ചേർത്തല ദേവീക്ഷേത്ര മൈതാനിയിൽ നിന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും. ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കേബിൾ ടി.വി. ഓപ്പറേറ്റർമാരും ജീവനക്കാരും കുടുംബാംഗങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. വാദ്യമേളങ്ങളും മുത്തുക്കുടകളും നാടൻ കലാരൂപങ്ങളും ഒക്കെ ഘോഷയാത്രയ്ക്ക് വർണ്ണപ്പകിട്ടേകും. ഘോഷയാത്ര ചേർത്തല നഗരം ചുറ്റി മുനിസിപ്പൽ മൈതാനിയിലെത്തുമ്പോൾ പൊതുസമ്മേളനം ആരംഭിക്കും. കൃഷിമന്ത്രി പി പ്രസാദ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാനും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷനാകും. സിഒയെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുരേഷ് ആമുഖ പ്രഭാഷണം നടത്തും. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ എസ് സോബിൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചേർത്തല മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് പി ഉണ്ണികൃഷ്ണൻ, നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അദീന രാജു,
കൗൺസിലർ BA സുരേഷ് കുമാർ, COA സംസ്ഥാന സെക്രട്ടറിമാരായ PSCB നിസാർ കോയാപറമ്പിൽ, ജില്ലാ പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി S ഷിബു, COA ജില്ലാ ട്രഷറർ മോഹനൻ പിള്ള തുടങ്ങിയവർ സംസാരിക്കും. സംഘാടക സമിതി ജനറൽ കൺവീനർ G സുരേഷ് ബാബു സ്വാഗതവും പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ J വിനോദ് കുമാർ നന്ദിയും പറയും. ആലപ്പുഴ ഫോക്ക് ഇന്ത്യ നാട്ടരങ്ങ് അവതരിപ്പിക്കുന്ന പടക്കളം എന്ന ഫോക്ക് മെഗാ ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 7 ശനിയാഴ്ചയാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. ചേർത്തല അശ്വനി റെസിഡൻസിയിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം COA ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് B ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനാവും. COA ജില്ലാ സെക്രട്ടറി S ഷിബു ജില്ലാ റിപ്പോർട്ടും, ട്രഷറർ മോഹനൻ പിള്ള സാമ്പത്തിക റിപ്പോർട്ടും, ഇന്റേണൽ ഓഡിറ്റിംഗ് കമ്മിറ്റി അംഗം ശെൽവരാജ് ഓഡിറ്റ് റിപ്പോർട്ടും, COA സംസ്ഥാന സെക്രട്ടറി PSCB സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കും. സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ, KCCL ചെയർമാൻ K ഗോവിന്ദൻ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ C സുരേഷ് കുമാർ എന്നിവർ ആശംസകൾ നേരും. സ്വാഗത സംഘ കൺവീനർ P മധു സ്വാഗതവും നിയുക്ത സെക്രട്ടറി നന്ദിയും പറയും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പിൽ, സ്വാഗത സംഘം ജനറൽ കൺവീനർ G സുരേഷ് ബാബു, COA ജില്ലാ സെക്രട്ടറി S ഷിബു, ജില്ലാ വൈസ് പ്രസിഡന്റ് TM ഷാവുദ്ദീൻ, സ്വാഗത സംഘം കൺവീനർ P മധു, മുരളി മണിബൻ, PSCB തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.